അത് ശരി. നീ എവിടെ പോയി കിടക്കുമായിരുന്നടാ? ഞാൻ നിന്നോട് അക്ഷയ കേന്ദ്രത്തിൽ പോകാൻ പറഞ്ഞല്ലേ, പോയോ? അതെ, അങ്ങനെ കൊച്ചമ്മ പറഞ്ഞായിരുന്നു. അതെ, അങ്ങനെ അക്ഷയ കേന്ദ്രത്തിൽ പോകാനായിട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ വാല്യൂ എണ്ണ കട പോയ സ്ഥിതിക്ക് ഒരു ഗോരി സർബത്ത് അടിക്കുന്നത് എല്ലാ പടവടെ ഇട്ട് സംഭവമായി. അത് കുടിക്കാണ്ട് നിന്ന സമയത്താണ് പെട്ടെന്ന് പ്രതീക്ഷ വിളിച്ചിട്ട് മൊത്തം എവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു. കാരണം ഓടി പോലെ അത്യാവശ്യം എന്ന് പറഞ്ഞു ഞാൻ നേരെ പുടച്ചടിച്ച് വന്നപ്പോ ഉണ്ടല്ലോ കൊച്ചമ്മ പ്രതീക്ഷ കുഞ്ഞില്ല. എങ്ങനെ ഇരിക്കണം? സൂര്യവി മാത്രമേ ഉള്ളൂ. സൂര്യവി പ്രതീക്ഷ കുഞ്ഞി എന്നെ വിളിച്ചിട്ട് എവിടെ പോയി ആകെ വേവലാതിപ്പെട്ടിരിക്കുന്ന സമയത്ത് പ്രതീക്ഷ കുഞ്ഞും ഓടി വന്ന് എന്നെ വിളിച്ചിട്ട് ആവശ്യമായിട്ട് പോയി. പക്ഷെ ഈ ആവശ്യത്തിനായിട്ട് പോയപ്പോ സത്യം പറഞ്ഞ എന്റെ അമ്മയാണ് ഈ അക്ഷയ കേന്ദ്രത്തിന് അതാണ് മറന്നത്. ഞാൻ പറഞ്ഞ ജോലി മറന്നു. അതെ അതെ അല്ലമ്മ, ഞാന് മുത്തുകൊണ്ടനെ പുറത്തോട്ട് കൊണ്ടുവരുന്നതേ. അയ്യോ, ഇത് ആരിത്? നമ്മുടെ പ്രതീക്ഷ പോലല്ലേ? കണ്ടില്ലായിരുന്നു. ഇല്ല, ഇങ്ങോട്ട് മാറി നീ അപ്പൊ വന്നു. അമ്മ എന്നെ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ലമ്മ. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. സുരഭി അമ്മയുടെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ തുടങ്ങാൻ പോകുന്ന മൊബൈൽ ബിസിനസിന്റെ കഥയും പിന്നെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ അമ്മ തരാൻ വില്ലിങ് ആണെന്നുള്ള കാര്യം. അത് ശരി. അയ്യോ എടാ പ്രശോഭൻ മോനെ, നീ ഇത് വല്ലതും കേട്ടോ? നിന്റെ അനിയൻ ഏതാണ്ട് പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നോ കച്ചവട സ്ഥാപനം തുറക്കാൻ പോകുന്നോ ഒക്കെ പറയുന്നു. അല്ല, എന്നിട്ട് ബാക്കിയൂടെ പറ, എന്താ ഉദ്ഘാടനം? മോനെ അനിയക്കുട്ടാ, നിനക്ക് ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നു. ഈ ഏട്ടത്തിയോടെങ്കിലും നിനക്ക് പറയായിരുന്നു അല്ലേ പ്രശ്നപ്പെട്ട? പിന്നല്ലാതെ എടാ, കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോഴത്തേക്കും അത് എല്ലാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. ആട്ടെ, അതൊക്കെ പോട്ട്. നീ എവിടെയാ കടയെടുത്തിരിക്കുന്നത്? എന്താ നിന്റെ ബിസിനസിന്റെ ഒരു നേച്ചർ? അല്ല എന്ന് വെച്ചാ ഒരു രീതി ബിസിനസിന്റെ. അതായത് കൊച്ചമ്മ, ഈ ഫോണിന്റെ എല്ലാ സെറ്റപ്പും അതിനകത്തുണ്ട്, എല്ലാത്തിന്റെ സർവീസും ഉണ്ട്. പിന്നെ കട എടുത്തേക്കുന്നത് ശ്രീകാര്യത്താണ്. ശ്രീകാര്യത്തോ? എന്ത് കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് കേൾക്കുന്നത്. അതുവഴിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് ഒരു കട കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് കിട്ടിയതാ. കൊള്ളാം. അതൊക്കെ നേടിയെടുക്കും. അവൻ ആരാ മോന്? ബാക്കി പറ, കേക്കട്ടെ. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇനി ഇന്റീരിയർ ഒന്ന് ചെയ്യണം, പിന്നെ അഡ്വാൻസ് ഇന്ന് കൊടുക്കണമായിരുന്നു. വേണം വേണം വേണം. അയ്യോ, ഇന്റീരിയർ ഒക്കെ ചെയ്യണം. ഇതുപോലൊരു സ്ഥാപനം എന്നൊക്കെ പറയുമ്പോഴേ നല്ല അസലായിട്ട് ചെയ്യണം. അപ്പോഴേ ഉള്ള ആൾക്കാർക്ക് അതിനൊരു ഇത് തരത്തില്ലയോ? അതൊക്കെ ചെയ്യണം. നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. അല്ല കൊച്ചമ്മ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം എല്ലാ കാര്യങ്ങളും നടത്തി, പക്ഷെ കയ്യിൽ പൈസ ഇല്ലല്ലോ. കൊച്ചമ്മ എന്നെ പൈസ കൊടുക്കണം. ആണ്ട കിടക്കുന്നു. അയ്യോ, അതെ, നടക്കത്തില്ല. അയ്യോ, എന്റെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ ഇതിനു വേണ്ടി കിട്ടത്തില്ല. അല്ല അമ്മ, അങ്ങനെ പറഞ്ഞ എങ്ങനെ അമ്മ? ഞാൻ ഇത് എപ്പോഴും പറയുന്ന ഒരു ബിസിനസിന്റെ ഫോർമാറ്റ് അല്ലമ്മ ഇത്. ഞാൻ നല്ല രീതിയിൽ ഇതിന്റെ സൈഡ് എഫക്ട്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ്സും നെഗറ്റീവ്സും. മാത്രമല്ല അമ്മ ഈ തരാൻ പോകുന്ന പൈസ ഞാൻ വിത്തിൻ 1 year ഞാൻ റിട്ടേൺസ് തിരിച്ചു തരും. തരുമല്ലേ? പിന്നെ ഇനി അഥവാ അവൻ തന്നില്ലെങ്കിൽ നിന്റെ ശമ്പളത്തിൽ പിടിക്കാമല്ലോ. പിന്നെന്ത്? അല്ല, എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കണ്ട. അത് ശരി. അതെ, ഒരു കാര്യം ഞാൻ വീണ്ടും പറയുക, 5 പൈസ ഇതിനു വേണ്ടി ഞാൻ മുടക്കത്തില്ല. നമുക്ക് വേറെ നോക്കാം. ശോഭേ, അത് ഞാൻ എടുക്കടാ. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നീ എടുത്ത കടയുടെ പുതിയ താക്കോല. എടാ, നീ ആരുടെ കടയാ എടുത്തിരിക്കുന്നതെന്ന് അറിയാവോ? എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്ന അഹമ്മദ് സാഹിബിന്റെ കടയാ. അദ്ദേഹത്തിനെ നിന്റെ അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ വലിയ അടുപ്പക്കാരാണ്. ആ സ്നേഹം അദ്ദേഹത്തിന് ഇന്നും നമ്മുടെ കുടുംബത്തിനോട് ഉണ്ട്. സുരഭിയോടെ വിളിച്ചോണ്ടാ വരാൻ പറ. അവള് പിണങ്ങിയിരിക്കുക. നീ കട പോയി കണ്ടതും ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിന് ഇറങ്ങുന്നതെന്നും നീ അത് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകും, അതിനുള്ള ഐഡിയാസൊക്കെ നിനക്ക് ഉണ്ടെന്നും ഒക്കെ സായിപ്പ എന്നോട് പറഞ്ഞത്. അപ്പോ നീ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പ്രശോഭനോട് വന്ന് വാടക ചീട്ട് എഴുതിക്കോളാൻ. വരണം. സുരഭി, ഇത് അവനെടുത്ത കടയുടെ താക്കോല.
ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നീ തന്നെ നിന്റെ ഭർത്താവിന്റെ കൈ കൊടു. ഇല്ലമ്മ, ഏ അമ്മ തന്നെ പ്രതീക്ഷന്റെ കൈ കൊടുത്താ മതി. അത് നീ കൊടുക്ക. ഇല്ലമ്മ, അതാണ് അതിന്റെ ശരി. കൊച്ചമ്മ എന്നെ കൊടുക്കണം. കൊച്ചമ്മ, അതാണ് എന്റെ ശരി. അവിടെ നിന്നും പോയി പാമനെ. അതെ. താങ്ക് യു അമ്മ. അമ്മയുടെ അടുത്ത് ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.